ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി കാണണേ, എന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് വിജീസ് കിച്ചൻ്റെ വിജയം. ഓക്കെ, അപ്പം എന്താ ഇന്നത്തെ വീഡിയോ? നല്ലൊരു അടിപൊളി ഒരു സ്നാക്സ് ഉണ്ട്. ഒരു 4 മണി പലഹാരം എന്ന് പറയാം. പിന്നെ ആരെങ്കിലും വീട്ടിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, എന്നിട്ട് നമുക്ക് ധാരമാകാം. ആഹാ, ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ഇത് നല്ലതായിരുന്നു, ഇത് വെജാണോ നോൺ വെജാണോ എന്ന് ചോദിക്കും. അപ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് വീട്ടിൽ ഡാഡിയുടെ 2 ഫ്രണ്ട്സ് വന്നായിരുന്നു, ഫ്രണ്ടുകൾ വന്നായിരുന്നു. ഇന്നലെ ഈ ദിവസമല്ല, ഞാൻ ഈ വീഡിയോ എടുത്തിട്ടിപ്പം എന്തായിരുന്നു, സാറ്റർഡേയിലെ വീഡിയോ. അപ്പോൾ വെള്ളിയാഴ്ച അവർ വരുമെന്ന് പറഞ്ഞിരുന്നേ 4 മണിക്ക്. അപ്പം വെള്ളിയാഴ്ച വന്നില്ല. അപ്പം ഞാൻ വെള്ളിയാഴ്ചയിലെ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ഞാൻ അവർക്ക് കേക്കൊക്കെ വെച്ചിരുന്നു 4 മണിക്ക് എന്തായാലും കൊടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഡാഡി കേട്ടതിൻ്റെ കുഴപ്പമായിരുന്നു അവർ വരുന്നത്. ഡാഡി അങ്ങനെ അച്ചാലത് കേൾക്കുമ്പോൾ ശരിക്ക് കേൾക്കത്തില്ല. എന്നിട്ട് തൊട്ട് ചില സമയത്ത് നമ്മളടുത്ത് പറയത്തുമില്ല, അത് പണ്ടുകൊണ്ടേ ഉള്ളതാണ്. അപ്പോൾ അവരുടെ ചിന്ത എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും വരുവാണെങ്കിൽ എപ്പോൾ വന്നാലും. അപ്പോൾ പണ്ടെന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ ഇവരാണുങ്ങൾ തന്നെ ഉള്ളായിരുന്നു. ഫുഡ് എങ്ങാണോ ആണെങ്കിലും അവരുണ്ടാക്കുന്ന ഒരു മോരുകറി ആണെങ്കിലോ പയർ തോരനാണെങ്കിലോ ചിലപ്പോൾ തേങ്ങയൊന്നും അരയ്ക്കാത്തതായിരിക്കും, എന്തോ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അത് ആൾക്കാർക്ക് കൊടുക്കും. അവർക്കത് കഴിക്കുന്നതിനും കുഴപ്പമില്ല അങ്ങനെ. പക്ഷെ ഞാൻ ഒരു പെണ്ണ് വീട്ടിലുള്ളപ്പം ഒരാൾ ഇങ്ങനെ വരുന്ന ഉടനെ എനിക്കതിനോട് അത്ര യോജിപ്പില്ല. എനിക്കൊരു വല്ലാത്തൊരിത്, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്കത് അനുസരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. ഇതിപ്പം അവർ പിറ്റേന്ന് വരുമെന്ന് ഇങ്ങനെ പറഞ്ഞു ഡാഡി, പക്ഷെ അത് പറഞ്ഞില്ല. ഒരു 12 മണിയാണ് ഞാൻ ചോദിച്ച്, ഡാഡി എന്തോ ആയി? അപ്പോൾ അവർ ഇന്നലെ ഞാൻ ചോദിച്ചോണ്ടേ പറഞ്ഞ് അവർ ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമാണ്, ഇന്ന് വരത്തില്ല, നാളെ വൈകിട്ട് വരും. അപ്പം ഞാൻ ചിന്തിച്ച് 4 മണിയാകുമ്പോൾ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കാപ്പി കൊടുക്കാന്നുള്ള ഇതിൽ ഞാൻ ഈ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ ഞാനൊരു 12 മണിക്ക് ചോദിച്ച്, അവർ വിളിക്കുകയാണ് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്നേരം ഡാഡി വിളിച്ചോണ്ടേ അവർ പറയാം ഓണ്ട വെയില ഇപ്പം ഇങ്ങനെ തോന്നി. ഞാൻ എന്തോ ഞാൻ ഉച്ച സമയത്ത് 12:30-ക്കൊക്കെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഉച്ചയ്ക്ക് നമ്മളെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? ഇവിടെ ആണെങ്കിലും നമ്മൾ ഡാഡി പറയാൻ ഉള്ളത്. ഞാൻ പറഞ്ഞു, അങ്ങനെ കൊടുക്കുന്നത് ഞാൻ എന്തുവാ, ഇവിടെ അങ്ങനെ നമ്മളുണ്ട്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ ആരെങ്കിലും വരുമ്പോൾ. പിന്നെ വെളിയിൽ നിന്ന് ബിരിയാണി വാങ്ങിക്കേണ്ടി വന്നു, വാങ്ങിച്ച് കൊടുക്കേണ്ടി വന്നു. എനിക്ക് കഴിവതും ആരെങ്കിലും വീട്ടിൽ വന്നാൽ വെളിയിൽ നിന്ന് കൊടുക്കുന്നതിനോട് അത്ര എനിക്കൊരിതില്ല. നമ്മളുണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ മുഖത്തെ ഒരു സംതൃപ്തി കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സ് നിറയും. അങ്ങനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവുക. നിങ്ങൾ പുറകാലെ കാണുക. തീർച്ചയായിട്ടും കഴിക്കാത്തവരും ഈ സാധനം കഴിക്കാത്തവരും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും. എപ്പോഴും ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ, കാരണം നമ്മൾ എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്നത്. ഷാലോ ഫ്രൈയും ചെയ്യാം, പക്ഷേ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റിയാൽ ഷാലോ ഫ്രൈക്ക് നല്ലതാണ് കേട്ടോ, ഞാൻ പറയാം. ഓക്കെ, രാവിലെ പുകയാണ് ഉണ്ടാക്കുന്നത്. ഇന്നിവിടെ എല്ലാം പുകയാണ്. അപ്പം ഞാൻ കപ്പലണ്ടി വറുത്തിങ്ങെടുത്തു, കുറച്ച് ഇങ്ങനെ മാറ്റി വെച്ച്. അത് ഈ ഒരു 3-4 കിടപ്പുണ്ട്. എന്നിട്ട് അതിലേക്ക് ജീരകവും കടുകും ഇട്ട് പൊട്ടിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതിന്ന് സേവ് ഉള്ളതുകൊണ്ട് പോൾമോൻ ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. കൊച്ചവൻ ഇന്ന് വേണ്ടാന്നും പറഞ്ഞിരിക്കും. ഇപ്പം ഞാൻ എന്നും ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് 2-3 ദിവസം അടുപ്പിച്ച് ദോശ കൊടുത്താൽ അത് കുഴപ്പം, ഇഡലി കൊടുത്താൽ അത് കുഴപ്പം, പാസ്തയും പാവ് ഭാജി അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഈ കുഴക്കട്ട അങ്ങനെയുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നും കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ തേങ്ങയൊക്കെ ബുദ്ധിമുട്ടാണ്. കിട്ടുന്ന തേങ്ങയോ ഒരു സൈസ് തേങ്ങയും, നേരത്തെയൊക്കെ ആണെങ്കിൽ വലിയ തേങ്ങ കിട്ടും, നമുക്കൊരു മുറിയൊക്കെ എടുത്ത് തരുമിയാൽ കുഴപ്പമില്ല. ഇതെന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് വെക്കണമെങ്കിൽ ഒരു 2 തേങ്ങയെങ്കിലും പൊട്ടിക്കണം. നമ്മുടെ തേങ്ങയുടെ അതിൻ്റെ അകത്ത് ആ ചിരവയ്ക്കകത്ത് പോകത്ത് പോലുമില്ല തേങ്ങ പൊട്ടിച്ചാലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ കടയിൽ ചോദിച്ചാൽ അവർ പറയുന്നത് ഈ ഒരു ടൈപ്പിലുള്ള തേങ്ങയെ വരുന്നുള്ളതെന്നാണ് പറയുന്നത്. അപ്പം ഞാനിന്ന് ഇവനോട് പറയുമായിരുന്നു, പോളിനോട്. ഇപ്പം നമ്മളൊരു ഇച്ചിരി നേരം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പ്രയർ കഴിഞ്ഞ് വന്നിട്ട് ഇച്ചിരി നേരം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു വല്ലാത്ത ഇതാണ്, ഒന്ന് കിടന്നിട്ടൊന്ന് എണീറ്റുണ്ടെങ്കിൽ ആകെ ഒരു ക്ഷീണം പോലെ. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിരുന്നിട്ട് പോളിങ്ങനെ വന്നിങ്ങനെ എൻ്റെ താടിയിൽ ഇങ്ങനെ ചക്കരിമുത്തേ, അവൻ ചില സമയത്തുള്ള സോക്കേടാ, ചക്കരിമുത്തേ ചക്കരി കുട്ടി എന്നും പറഞ്ഞ് വരും. അവനെന്നേരം അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുമായിരുന്നു, പാവം അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുമായിരുന്നു.
ഞാൻ ഇവിടെ നിന്നുണ്ടായിരുന്നു, എന്തോ അമ്മി. ഞാൻ പറഞ്ഞേടാ ഒന്ന് കിടന്ന് ഇനി വൈകിട്ട് എന്തുവാന്നുള്ളത് ചോറിരിപ്പുണ്ട്. അപ്പോൾ എല്ലാ സൺഡേ ഇവനിങ്ങനെ മൂട്ടും, ഇവന്മാരുണ്ട് കൂടെ, പപ്പ ഇന്ന് നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കാം, സൺഡേ ഇല്ലേ. ഞാൻ പറഞ്ഞ എല്ലാ സൺഡേ അങ്ങനെ ചെയ്യേണ്ട, വല്ലപ്പോഴും വാങ്ങിക്കാം. ഈ ചൈനീസും ഇതൊക്കെ എന്തുവാന്നേലും വയ്യെങ്കിലും ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ എന്തോ വേണം, കഴിക്കുക, ഒരു ടെൻഷനും ഇല്ല എന്തോ ഉണ്ടാക്കണമെന്നുള്ള. ഉടനെ അവൻ പറ പിന്നെ പഠിക്കുന്നതാരാ? ഞാൻ പറഞ്ഞു പഠിച്ചാൽ നിനക്ക് കൊള്ളാം. അന്നേരം അവൻ പറ എല്ലാവരേക്കായി നല്ലത് പ്രൈസം മോനാ. ഞാൻ ചോദിച്ചാൽ അതെന്താ? അവനൊന്നും ചെയ്യണം. ഞാൻ പറഞ്ഞു അവനും പഠിക്കണ്ടേ? അവൻ അത്രയും പഠിക്കണമെന്നൊന്നുമില്ല, എനിക്കാ പഠിക്കേണ്ടിയ, എനിക്കാ കൂടുതൽ ജോലി. ഞാൻ പറഞ്ഞു അത് കൊള്ളാം, ഈ രാവിലെ തൊട്ട് ഇവിടെ അടുക്കള കിടന്ന ജോലി ഞങ്ങൾക്കൊന്നും ജോലിയില്ല, നിനക്കാ പഠിത്തം ഒത്തിരി ജോലിയായിട്ടാണോടാ തോന്നുന്നതെന്ന് ചോദിച്ച്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ. പിള്ളേർക്ക് പഠിത്തത്തിൽ അവർക്കൊരു ഭാരം, നമുക്ക് നമ്മുടെ കാര്യം. എനിക്കങ്ങനെ ജോലി ഭാരമെന്നല്ല, ഒന്ന് കിടന്നിട്ട് എണീറ്റാലേ അങ്ങ് ഭയങ്കര ക്ഷീണം, അങ്ങ് വല്ലാത്ത ഒരു പ്രതീതിയാണ്. അപ്പം നമ്മളൊരിക്കലും വയ്യേ എന്നും പറഞ്ഞ് നമ്മൾ ജോലി ചെയ്യല്. നമുക്ക് ചെയ്യാൻ ദൈവം നമുക്ക് ആഹാരത്തിന് ആഹാരം, അത് നമുക്ക് ചെയ്ത് ഒന്ന് കുക്കിംഗ് ചെയ്ത് കഴിക്കണം. അതിനുള്ള ആരോഗ്യം ദൈവം തരണം. നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണം. എത്രയോ പേര് ഒരു നേരത്തെ ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുന്നു. അപ്പം നമുക്കിത് തന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രാവി അലച്ചോണം ചെയ്യല്ലയോ എനിക്ക് വയ്യേ, ഞാൻ കടന്ന് കഷ്ടപ്പെടുവാന്ന് അങ്ങനെ ഒരിക്കലും പറയരുത്. എനിക്ക് ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഈ വയ്യാഴി വരുന്ന ഉടനെ എനിക്ക് ക്ഷീണം ചെയ്യാൻ ഒരു സുമാറില്ല. എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ ഇരിക്കത്തില്ലേ. ഒരു എന്താ പറയുന്നത്, ചില സമയത്ത് നമ്മൾ നല്ല ഉഷാറായിട്ട് ജോലി ചെയ്യും, ചില സമയത്ത് നമുക്ക് അങ്ങ് ഭയങ്കര ഡള്ളായിട്ടിരിക്കും. ആരെങ്കിലും ഒന്ന് ചെയ്ത് തന്നാൽ കൊള്ളാമെന്ന് ചില സമയത്ത് ചിന്തിക്കും. എപ്പോഴും നമ്മളൊരു മനുഷ്യനല്ലേ, മനുഷ്യനാകുമ്പോൾ ഇച്ചിരി ഇടയ്ക്കൊക്കെ ഒരു കയറ്റം ഇറക്കമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പറയുന്നത് നമുക്ക് ദൈവം തന്നത് എപ്പോഴും സന്തോഷത്തോടെ ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മുടെ പോഹ ഇവിടെ റെഡിയായി, ചായയും റെഡിയായി. ചായ ഇനിയും കുടിക്കാനെടുക്കട്ടെ. ഇന്നലത്തെ ഇച്ചിരി മത്തിക്കറി ബാക്കിയുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളെല്ലാം ഞാൻ സോപ്പിട്ട് വെച്ചു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഞാൻ പറഞ്ഞതിൽ 2 പേരിന്ന് വരുമെന്ന്. അത് പണ്ട് ഡാഡിയുടെ കൂടെ, ഡാഡി പണ്ട് ഈ കല്യാണം ആ സൈഡൊക്കെ അവിടെ ഒരു ഗാവേറിയ ഗ്രാമം പോലുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ ഈ സുശേഷ വേലയ്ക്ക് പോകുമായിരുന്നു. അപ്പം ഇവരെല്ലാവരും കൂടെ ആയിരുന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പം പല സ്ഥലത്തായി. അപ്പം ഒരു ആളിപ്പം ബോംബെയിൽ ആവശ്യത്തിന് വന്നുണ്ടേ, അന്നേരം എപ്പോൾ വന്നാലും ഇവിടെ വരും. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ അറിഞ്ഞായിരുന്നു. ഇന്നലെ അവർ വരുമെന്നാണ് പറഞ്ഞത്, ഇന്ന് 4 മണിയോടുകൂടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാപ്പിക്കുള്ളത് ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ച സമയത്താണ്, ഇന്നും വൈകിട്ട് വരുമെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ഡാഡി കേട്ടതിൻ്റെ കുഴപ്പം, ഡാഡി ഇന്ന് രാവിലെ അങ്ങനെ പറഞ്ഞതില്ല. ഡാഡി ജനിച്ച് വൈകിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോഴല്ലേ അറിഞ്ഞത് അവർ ഓൺ ദ വേയിലാണ്. അപ്പം ഞാൻ എന്തോ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ രാവിലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേനെയായിരുന്നു. ഇതെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ കഞ്ഞിക്ക് വെള്ളം വെക്കാനായിട്ട് തുടങ്ങി. ഞാൻ വെള്ളമൊക്കെ കുടിക്കാനുള്ളത് ഉള്ള പരിപാടികളൊക്കെ അങ്ങ് ചെയ്ത് രാവിലെ. അന്നേരം പ്രൈസൻ കഴിച്ചിട്ടില്ല, ഇതുവരെയും കഴിച്ചിട്ടില്ല. സമയം ഇത്തിരിയായി. ഞാൻ ചിന്തിച്ച് അവിടെ ഇരിക്കട്ടെ, കാരണം ഇന്ന് സ്കൂളിലൊന്നും പോകണ്ട. സ്കൂളിൽ പോവുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിപ്പിച്ച് വിട്ടേനെയും. ഇന്നിപ്പോൾ വീട്ടിലായതുകൊണ്ട് വിശക്കുമ്പം വരട്ടെന്ന് പറഞ്ഞു. പിന്നെ പുകയായതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം പുക കുറച്ച് ബാക്കിയുണ്ട്, അത് ഇനി ഒരു പാത്രത്തിൽ എടുത്ത് വെക്കട്ടെ. അപ്പം നമ്മുടെ എണ്ണക്കുപ്പിയൊക്കെ ഒന്ന് കാലിയായി. എണ്ണക്കുപ്പി കാലിയാവുമ്പോഴേ അത് കഴുകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കുറേശ്ശെ വെച്ച് ഒഴിച്ചാൽ അതൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ മൊത്തം കാലിയാവട്ടെ എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് കാലിയായി. പിന്നെ അതെല്ലാം ഒന്ന് കഴുകിയെടുത്തു. ഇനിയും എണ്ണ ഒഴിച്ച് വെക്കണം. ഉരുളൻകിഴങ്ങ് മെഴുക്കോട്ടി വെക്കാനായിട്ട് ഞാൻ ഉരുളൻകിഴങ്ങൊക്കെ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടുന്ന ഉപ്പി പറ്റിക്കുകയെന്ന് വെച്ചാൽ അതൊന്ന് കുറച്ചൊന്ന് വേവിച്ചെടുത്ത്, എന്നിട്ട് അതിപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. മൂപ്പിച്ചെന്നല്ല, ഇച്ചിരി ഒന്ന് വഴറ്റിയെടുക്കും. ഒത്തിരി അങ്ങ് ഫ്രൈ പോലല്ല, ചപ്പാത്തിക്ക് കഴിക്കത്തക്ക വിധത്തിൽ.
അപ്പോൾ രണ്ടവന്മാരുടെ അടുക്കളയിൽ വന്നിട്ടുണ്ട്. എന്തിനാണോ ലസ്സി ഉണ്ടാക്കി കൊടുക്കാൻ. ഞാൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് ലസ്സി ഉണ്ടാക്കാൻ സമയമില്ലത്. ഞാൻ ഇച്ചിരി സോയ ചങ്ക്സ് ചെറുതെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്ത് ഇതിൻ്റെ 2 പാക്കറ്റാണ്. നിങ്ങൾക്ക് അല്ലാത്ത നമ്മുടെ സാധാ ഉണ്ടെങ്കിൽ അതും എൻ്റെ ഇരിപ്പുണ്ട്. ഇത്തിരി വലുതാണ്, അതും വേണേലും അതെടുക്കാം കേട്ടോ. ഇച്ചിരി ഒന്ന് നന്നായി കഴുകി ഇത്തിരി ഒന്ന് കുതുക്കട്ട. നമ്മൾ ഉരുളൻകിഴങ്ങ് കൂടെ റെഡിയായി. ഇത് കുറേ നാളായി ഇതിവിടെ ഇരുന്നിട്ട്, അതുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുത്ത് ആദ്യം തീർക്കാമെന്ന് വെച്ച്. ഇവിടെ ഇത് കറിയോ വല്ലതും ഉണ്ടാക്കിയ ആർക്കും ഇഷ്ടമല്ല. റീച്ചാന് പിന്നെ ഇതിട്ട് വറുത്തിട്ടേ ഈ നമ്മുടെ ബിരിയാണി റൈസ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കഴിക്കുന്ന ഇഷ്ടമാണ്. അത് ഞാൻ ഇച്ചിരി ഉപ്പിട്ടിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു 3-4, ഇപ്പം നിങ്ങൾക്ക് എത്രയും ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് എടുക്കാം. ഞാനിത് പറഞ്ഞില്ല, ഇങ്ങനെ ഇവരും വരുന്നത് കൊണ്ട് ഇവർക്ക് 4 മണിക്ക് കൊടുക്കത്തക്ക വിധത്തിൽ ഞാനത് തയ്യാറാക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ വരുന്ന അറിഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് തുടങ്ങിയത്. ഇതേലും ഉണ്ടാക്കി നമ്മുടെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി. അല്ലെങ്കിൽ ഞാൻ വൈകിട്ടത്തേക്കിനെ ഉണ്ടാക്കത്തുള്ളായിരുന്നു. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഞാൻ 3-4 എടുത്ത് നന്നായി അത് അങ്ങനെ കുക്കറിലൊരു 4 വിസിലെടുത്ത് ഞാൻ. അപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞ് നമുക്ക് കിട്ടണം. കൈ കൊണ്ട് ഇങ്ങനെ പൊടിക്കുന്നുണ്ടെങ്കിൽ പൊടിഞ്ഞിങ്ങി വരണം. അപ്പോൾ ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കുതിർന്ന് വെന്ത് വന്നു. എന്നിട്ട് ഞാനത് വെള്ളം വാലാൻ വെച്ചിട്ട് ഇപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലത്. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യം ആകും. അതുകൊണ്ട് ഞാനിത് ഞങ്ങളുടെ പൊടിക്കുന്നതിൻ്റെ അതിൻ്റെ അകത്തിട്ടാണ് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. അല്ലാതെ മറ്റേതാവുമ്പോൾ പെട്ടെന്ന് നമുക്കാവും. പക്ഷേ ഞാൻ ഇതിലങ്ങ് എടുത്തുപോയി. കുഞ്ഞതാവുമ്പോഴേ ഈ ചട്നി ഉണ്ടാക്കുന്ന കുഞ്ഞതുണ്ടല്ലേ അതിൽ. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു 2 പീസ് ബ്രെഡ് കൂടി ഇട്ടൊന്ന് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് പൊടിക്കുന്നത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടേ. നമുക്കിത്തിരി ബ്രെഡ് ക്രംസ് വേണേ. അതിനായിട്ട് ഞാൻ ഇച്ചിരി ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ടേ. ഇത്രയും മതി. ഞാനതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ പച്ചയ്ക്ക് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അതിനെയൊക്കെ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ മുറുമുറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. അപ്പോഴത്തേക്കിന് അവർ വന്നായിരുന്നു. ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചായിരുന്നു. ബിരിയാണി പിന്നെ പപ്പടവും പൊള്ളിച്ച് നാരങ്ങയും സാലഡൊക്കെ കൂട്ടി അവർക്ക് കഴിക്കാൻ കൊടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ഇത് ഉണ്ടാക്കാനിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, എരിവിനനുസരിച്ച് മുളക് പൊടി ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു വലിയ സവാള, കുറച്ച് മല്ലിയില, ഇതിൽ കുറച്ച് 2 പച്ചമുളകും ഇത്തിരി കറിവേപ്പില കീറിയത്. ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് കുറേശ്ശെ ചേർത്തിട്ട് നമുക്കതൊന്ന് കുഴച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനത് കിട്ടുന്നതനുസരിച്ച് നന്നായി കൈ കൊണ്ടൊന്ന് എവിടെയെടുക്കാം. അപ്പോൾ അവരവിടെ കഴിക്കുക. റീച്ചാനൊക്കെ ഉണ്ട് അവിടെ, അവരവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവർ പോകുന്നതിന് മുമ്പിട്ട് ഇത് അവർക്ക് ഇത്തിരി ഒന്ന് ടേസ്റ്റേലും ചെയ്യാൻ കൊടുക്കണമെന്നുള്ള ഇതിന് ഞാൻ പെട്ടെന്ന് ചെയ്യുക. അപ്പം ഞാൻ ഉരുളൻകിഴങ്ങ് മൊത്തവും ചേർത്ത് കുഴച്ച് വന്നുണ്ടേ അത് മൊത്തവും വേണമായിരുന്നു. ഇനി നമുക്കൊരു മുട്ട, ഞാൻ ഒരു മുട്ട എടുക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഇതിപ്പോൾ ഇത്ര ഒരു കുറേ ഉണ്ടാക്കാൻ ഈ ഒരു മുട്ട മതിയായിരുന്നു. ഞാൻ എന്നിട്ട് മൊത്തം ഉണ്ടാക്കിയതുമില്ല, കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. എന്നിട്ട് ആ മുട്ട നന്നായി നമുക്കൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് കലക്കിയെടുത്തിട്ട് ഞാൻ ആ സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുത്തില്ലേ, ഒത്തിരി ആ ബ്രെഡ് നമ്മൾ ഇടുന്ന ഉടനെ തീ ഏറ്റവും കുറച്ച് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേക്കിനത് ഇത്തിരി ചൂടായിട്ട് നമ്മളെടുത്ത് മാറ്റി വെക്കുമ്പോൾ അത് നന്നായിട്ട് മുറുമുറ ആവും. അപ്പോൾ അത് ഞാൻ വീണ്ടും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് പോലായിട്ടുണ്ട്. അവർ കഴിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ഫ്രൂട്ട്സ് കൂടെ ആപ്പിളൂടെ കട്ട് ചെയ്ത് കൊടുത്ത് ഞാൻ. പിന്നെ അവരവിടെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക.
പണ്ടത്തെ ഓരോ കാര്യങ്ങളും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എന്തായാലും ഇതിവിടെ അടുക്കള ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഈ സിലിണ്ടർ ഷേപ്പ് പോലെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണേലും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുമ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നിട, അല്ലാതെ നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കത്തില്ലേ ഈ റൗണ്ടായിട്ട്, അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല. ഇതിപ്പം ഷാലോ ഫ്രൈ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലാതെ ഒന്നും ആവാൻ. അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യാം, അല്ലാതെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഷേപ്പ് എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്തുവാണേലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റായിരുന്നു. പക്ഷേ ഇത് കഴിക്കുന്ന ഉടനെ നല്ല ചൂടോടെ കഴിക്കണം, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇന്നാൾ ഇതുപോലെ എന്തുവാ ഉണ്ടാക്കിയത്, മുട്ടയും കൊണ്ടൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പം കുറച്ച് നേരം കഴിഞ്ഞ് തണുത്തുടനെ അതങ്ങ് സോഫ്റ്റ് പോലായി. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു. ആരും പറയത്തില്ല സോയാ ചങ്ക്സാണ്, ചിക്കനോ ബീഫോ ആണെന്നേ പറയത്തുള്ളൂ. അപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കിയില്ല, ഇത്രയും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി. അപ്പം ഞാൻ അല്ലാതെ ഷേപ്പ് കൂടെ ഉണ്ടാക്കാനായിരുന്നു. അപ്പം പ്രൈസും പറയുമ്പോൾ ഈ ഷേപ്പ് മതി, ഇതാ കാണാൻ നല്ലതെന്ന്. മിക്ക ആൾക്കാർക്കും സോയാ ചങ്ക്സ് കൂട്ടാനൊക്കെ വെച്ചാൽ ഇഷ്ടമല്ലല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല. പിന്നെ ഈ എപ്പോഴും നമ്മൾ എണ്ണയിലാവും, റീച്ചാൻ്റെ ചുമ കേട്ടോ, എണ്ണയിലാവുമ്പോൾ അത് ഹെൽത്തി അല്ല. അല്ലാതെ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ വെജിറ്റബിൾസ് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തൊക്കെ ഇടുവാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ഡീപ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി മുങ്ങിക്കിടക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അതുപോലെ കോട്ടിങ്ങും നന്നായിട്ടിരിക്കണം, അല്ലെങ്കിലും ഇത് പൊട്ടിപ്പോവും. ഇത് പുറത്ത് വരും. എനിക്ക് 1-2 അങ്ങനെ പൊട്ടിപ്പോയി. കാരണം ഞാനത് കോട്ടിങ്ങിൽ പെട്ടെന്ന് ചെയ്തുകൊണ്ട് കോട്ടിങ് അതിന് ഇച്ചിരി കുറവായിപ്പോയി. അതുകൊണ്ടാണ്. കുറച്ച് നേരം ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ കിടക്കട്ടെ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ മാറ്റി കൊടുത്താൽ, ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ മുട്ടയുടെ അംശം ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെ കറക്റ്റ് കാണാൻ പറ്റും. പിന്നെ ആകുമ്പം അതങ്ങ് പതഞ്ഞ് വരും നമ്മുടെ ഓയിൽ. അതുകൊണ്ട് അതൊക്കെ അനുസരിച്ച് നോക്കി ഇടുവേ. ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടെ കട്ടി കുറച്ചുണ്ടാക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്തും കിട്ടും. ഇപ്പം ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇതിപ്പം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് 2 സൈഡും. ഇനി ഞാനിതിങ്ങ് കോരിയെടുക്കുവാണേ. ഇതൊന്നും പൊട്ടിയിട്ടില്ല, ഇടയ്ക്ക് ഞാനൊന്ന് ഇട്ടുണ്ടേ. ഇപ്പം നമ്മുടെ എണ്ണയും നല്ല ക്ലിയറാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പതഞ്ഞ് കയറും. ഞാനിങ്ങനെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കിന് സമയം ഒരു 3-3:30 അപ്പോഴത്തേക്കിന് ഞാൻ എന്തോന്നിലും പോൾമോൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഈ ഉണ്ടാക്കുന്നതനുസരിച്ച് ഈ പിള്ളേരും വന്ന് ഈ പ്രൈസൻ ഞാൻ പറഞ്ഞില്ലേ എടാ കഴിക്കടാന്ന് പറഞ്ഞിട്ട് ബിരിയാണി ഉണ്ടായിരുന്നു. അവൻ പറയും ഇല്ലില്ല കുറച്ച് കഴിയും, മതി അങ്കിൾമാർ പോയിട്ട് ഞാൻ കഴിച്ചോളാം. ഞാൻ പറയടാ അങ്കിൾമാർ കുറേ കഴിഞ്ഞേ പോകും, അപ്പച്ചൻ്റെ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ പറഞ്ഞ് അവൻ അതിൻ്റെ ഇടയ്ക്ക് പോൾ തിന്ന് പ്രൈസൻ തിന്ന് പിന്നെ അവർക്കും കൊടുത്തു. പക്ഷേ എനിക്ക് ഫോട്ടോ എടുക്കാൻ ലാസ്റ്റിൽ ഞാൻ അത്ര ഓർത്തില്ല. ലാസ്റ്റിൽ എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ വീഡിയോ എടുക്കാനായിട്ട്, അത് നിങ്ങളെ കാണിക്കാൻ. ആദ്യത്തെയൊക്കെ നല്ല അടിപൊളി, അവസാനത്തെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണേ, ഇടയ്ക്കൊരു ഇച്ചിരി കളർ വ്യത്യാസവും വന്നായിരുന്നു. തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഈ സോയാ ചങ്ക്സും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പം. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.